ഹലോ ഗായ്സ്, അപ്പം കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ. കുറേ എനിക്കറിഞ്ഞൂട ലാസ്റ്റ് വീഡിയോ ഏതാന്ന് പോലും. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി, ഇന്ന് നമ്മുടെ ICC ബോർഡ് എക്സാം റിസൾട്ട് 11 മണിക്ക് വരും. അപ്പം 9:30 ആവാറായി. ഞാൻ 8:30 ആയപ്പോഴേ എഴുന്നേറ്റ്. സാധാരണ ഞാൻ 10:30 ആകുമ്പോൾ എഴുന്നേക്കുന്നു, പക്ഷെ ഇന്നത് പറ്റത്തില്ലല്ലോ. അപ്പം ഇന്ന് എൻ്റെ ഉണ്ട്, അച്ചാച്ചൻ്റെ +2 ഉണ്ട്, 2 പേരുടെ ഇന്നാണ്. അപ്പം ഞാനിപ്പോൾ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഫേസൊക്കെ കഴുകി ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നെ അമ്മേനെയും 2 ആഴ്ച കൊണ്ട് ഒരു കാക്ക ഭയങ്കര ശല്യം. ഞങ്ങൾ എപ്പോൾ കണ്ടാലും കൊത്തും. ഇവിടെ തുണി വിരിക്കാൻ വരുമ്പോൾ ഞങ്ങളതിന് പേരൊക്കെ ഇട്ട് സമ്മർ തലേ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ആരുമില്ലേ, ഇപ്പം പറന്നു വരും. ഇവിടെ എങ്ങും ആരുമില്ലേ, ഇപ്പം വരും. ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തോ വേറൊരു കാക്ക വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കാക്ക. ഞങ്ങളെ കൊത്താൻ വേണ്ടി മാത്രം ഞങ്ങൾ വരുന്നവരെ ഇരുന്നൊരു കാക്ക. കിങ്ങിണി ഇവിടെ ഇല്ല, ഇല്ലേ ഞാൻ കാണിച്ചു തന്നേനെ. തൂക്കാം നമുക്കിനി. 10 മണിയായി, അതേ സമയമില്ല. തൂത്തിട്ട് മുടിയൊക്കെ അയച്ച് വൃത്തിയുള്ള പോലെ ആവണം. പ്രതിയമ്മയ്ക്ക് പേടി ഞങ്ങളെ കാട്ടി. 1 മിനിറ്റും കൂടെ അത് കഴിഞ്ഞ് എന്റെ നോക്കണ്ടേ? വന്ന് അയ്യോ അയ്യോ അച്ചാച്ചാ അമ്മേ അച്ഛാ അടിക്കട്ടെ. സൈറ്റ് ക്രാഷായി. എന്റെ വയസ്സിനപ്പം അടിച്ചോണ്ട് കയറി 4,29,000 ക്രാഷായി. കാണിച്ചു കൊടുക്കണേ, വീഡിയോയിൽ കാണിച്ചു കൊടുക്കും. അത് കറക്റ്റായിട്ടിരിക്കും. ക്യാപ്ചർ മറിക്കും. എടുക്കാം. കോസ് ചേർത്തല്ലേ ക്രാഷായി. ഒന്നാ ഹിസ്റ്ററിക്ക് 90, കൊമേഴ്സിന് 86, കെമിസ്ട്രിക്ക് കൊമേഴ്സ് 86. അപ്പം കുറേ നേരം സൈറ്റൊന്നും വന്നില്ല. എന്തോ അച്ചാച്ചൻ്റെ ഞങ്ങൾ 2 പേരെ നോക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഡിലേ ആയതാ. മാർക്ക് വന്ന് 80% ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് എന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ്. ഭയങ്കര ഞാൻ സ്റ്റഡീസിൽ ഭയങ്കര ബാക്കിലോട്ടാണ്. അപ്പോൾ ഇത്രയും കിട്ടിയത് ഡിസ്റ്റിങ്ഷൻ കിട്ടണം, അതായിരുന്നു എൻ്റെ ഒരു മെയിൻ സംഭവം. അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. പിന്നെ അച്ചാച്ചന് നല്ല മാർക്കുണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. എനിക്ക് 80%, അച്ചാച്ചന് 82%. അപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വേറെ സാധനം കാണിച്ചിട്ട് ബാന്നമ്മി കാണിച്ചെടുക്കാം. എഴുതി വെച്ചിരുന്നു. അത് കറക്റ്റ് ആയിരുന്നല്ലേ? അതാണ് കണ്ടാ. അപ്പൊ ആർക്കാ
കൂടുതൽ 30-ന് 80%. ആർക്കാ കൂടുതൽ നന്ദി? മാതാവുണ്ട്, ഉറക്കത്തിലാണ്. കറക്റ്റ് 80% എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 80%. പിന്നെ ഇനി കുറെ അടുത്ത് പോകണം, കുറെ പ്രാർത്ഥനകൾ. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാരും പുച്ഛിച്ചിരിക്കുക. പൊക്ലാശ്ശേരി അമ്മയടുത്ത് പോകണം, എന്നെ എല്ലാരും പുച്ഛിച്ചിട്ടിരിക്കുക. പഠിക്കത്തില്ല, അവർക്ക് എന്താ പറയാ, ഭയങ്കര പുച്ഛ എപ്പോഴും. പിന്നെ കിട്ടിയത് ഭയങ്കര. ഞാൻ 8ാം ക്ലാസ്സിലല്ലേ കറക്റ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങിയ. എന്നാലും ഞാൻ എത്ര എണ്ണത്തിന് ഫെയിലാവുമെന്ന് എനിക്ക് മാത്രം അറിയാം. അപ്പൊ ബോർഡ് എക്സാമിന് ഇത്രയും കിട്ടിയത് തന്നെ വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പി, ഭയങ്കര സന്തോഷം. എല്ലാരോടും ഭയങ്കര താങ്ക്ഫുൾ ആണ്. ലൈക്ക് ടീച്ചേഴ്സിനാണെങ്കിലും, പിന്നെ എന്നെ ഇവിടെ വന്ന് മാത്സ് പഠിപ്പിച്ച അഭിനേഷ് ഏട്ടൻ, പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്ന, പിന്നെ മെയിൻ ആയിട്ട് ക്ലസ്റ്റൻ സാറ് എല്ലാം കൂടെ. സാറിന്റെ വഴക്കാണെങ്കിലും അടിയാണെങ്കിലും അതൊക്കെ കൊണ്ടാണ് ഇത്രയൊക്കെ എത്തിയത്. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും എല്ലാം ആണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. എല്ലാരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് ഡാൻസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80% കിട്ടിയ പൈസ കൊടുക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാക്കണം. ഇനിയും കുറെ പേരെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കും, അപ്പൊ എല്ലാവർക്കും പറയണം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം റിസൾട്ടൊക്കെ വന്ന് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് ഇപ്പം ഏതാണ്ട് 5 മണിയാവാറേ. അപ്പം ഇവിടെ നല്ല മഴക്കോള് പെയ്യുമെന്ന് അറിയത്തില്ല. ഞാനും അച്ചാച്ചൻ എന്താണെന്ന് വെച്ച് പുറത്ത് പോയി സ്നാക്സ് വാങ്ങിക്കാമെന്ന്. കാരണം എൻ്റെ റിസൾട്ട് കാണാൻ തന്നെ 11:30 കഴിഞ്ഞ്. പിന്നെ ഇവിടെ ആരും കഴിച്ചില്ല. പപ്പ മാത്രം വന്ന് കഴിച്ചിട്ട് പോയി. പിന്നെ ആരും കഴിച്ചില്ല. ഞാനാണെങ്കിൽ പപ്പ ഒരു ഫുൾ ചിക്കൻ കഴിക്കും. അപ്പം ഫുൾ ചിക്കൻ മീൻസ് ഇങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം, ഒരു പീസ്. അപ്പം അതിൻ്റെ ലെഗ് പപ്പ മിക്കപ്പോഴും എനിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് പപ്പ പോയപ്പോൾ ഞാൻ ടേബിളിൽ വെച്ചിരുന്നു, ആരും കഴിക്കാനില്ലല്ലോ. അപ്പം ഞാൻ കിങ്ങിണിക്കാണെങ്കിൽ 2 ദിവസം കൊണ്ട് വയ്യ. നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവളാ കാലങ്ങ് തിന്ന്. എന്നെ ഞാൻ വെച്ച് പോട്ട് തിന്നിട്ട് ആ ഒരു വട്ടല്ലേ തിന്നുള്ളൂ. ഞാൻ വാങ്ങിച്ചത് വിട്ട്. അപ്പം ഞാൻ ഒന്നും കഴിച്ചില്ല, അച്ചാച്ചൻ എന്തോ ഇടയ്ക്ക് എന്തോ കഴിച്ചെന്ന് തോന്നുന്നു. അപ്പം സ്നാക്സ് മേടിക്കാൻ പോകാം. അങ്ങനെ ഞാനും അച്ചാച്ചനും കൂടെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഞാൻ റെഡിയായി, അച്ചാച്ചൻ റെഡിയായില്ല. അപ്പം നമുക്ക് പുറത്ത് പോയി സ്നാക്സ് മേടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. റിസൾട്ട് വന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. പേരൻസ് ആണെങ്കിലും ഞാനാണെങ്കിലും അച്ചാച്ചനാണെങ്കിലും റിസൾട്ടിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനിയുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.